ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചനാണ്. ഞാനിപ്പോൾ നമ്മളുടെ രാമോജി ഫിലിം സിറ്റിയിലാണ് കേട്ടോ. ഫിലിം സിറ്റി, രാമോജി ഫിലിം സിറ്റിയിലാണ്. അതായത് നമ്മുടെ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. വേൾഡിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയാണ് ഈ രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് നമ്മുടെ കയറിയപ്പം തന്നെ ഇവർക്ക് ഇവിടെ ഈ ഫിലിം സിറ്റിക്കുള്ളിൽ തന്നെ കയറിയ ഉടനെ നമുക്ക് ഒരു ഫുഡ് സെന്റർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ നല്ല ഇഡലിയും സാമ്പാറും ഒക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. എന്താ ടേസ്റ്റ്! നമ്മുടെ നാട്ടില് നമ്മൾ പല സ്ഥലങ്ങളിലും പോയി ഇഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ശരിക്കും ഇഡലിയുടെയും സാമ്പാറിന്റെയും ഒക്കെ ടേസ്റ്റ് ശരിക്കും ഞാൻ ഇവിടെ വന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഒരു ടേസ്റ്റ്! അതുപോലെ സമൂസയൊക്കെ ഞാൻ ഇവിടുത്തെ കഴിച്ചു. വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ സമൂസ പോലല്ല ഇവിടുത്തെ സമൂസ, വെറൈറ്റി ഉണ്ട്. പക്ഷെ അതല്ല എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ഈ പറഞ്ഞ നമ്മളുടെ ഇഡലിയും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെയാണ്. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചനാണ്. ഞാനിപ്പോൾ നമ്മളുടെ ഹൈദരാബാദിലുള്ള രാമോജി ഫിലിം സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. രാമോജി ഫിലിം സിറ്റിയുടെ എൻട്രൻസ് ആണ് കേട്ടോ. എന്റെ പുറകിൽ കാണുന്ന അത് എൻട്രൻസ് ആണ്, നമ്മൾ കയറി വരുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് കയറുമ്പോഴേ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്നാക്സോ കാര്യങ്ങളോ ഒക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് അകത്തേക്ക് വെള്ളവും ഒക്കെ ആവശ്യമായ സാധനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാമോജി ഫിലിം സിറ്റി, അതായത് ഹൈദരാബാദിലുള്ള. എന്റെ കുറെ കാലത്തെ സ്വപ്നമായിരുന്നു ഈ ഇവിടെ വന്ന് ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ ഉള്ളത്. കാരണം ഞാൻ സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വരണമെന്നുള്ളത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. നമുക്കറിയാം 3500-ൽ പരം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പല ഭാഷകളിലൊക്കെ ഉള്ളത്. നമ്മുടെ മലയാള സിനിമയുടെയൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്കറിയാമല്ലോ, രാമായണം, മഹാഭാരതം, അതുപോലെയുള്ള വലിയ ബൃഹത്തായ സീരിയലും സിനിമയും ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണിത്. അത്രയ്ക്ക് വലിയ, ഇത് പറയുന്നതിനേക്കാൾ കൂടുതൽ വലിയ നമ്മൾ കണ്ടറിയണം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് വലിയ ഒരു ഫിലിം സിറ്റി തന്നെയാണ് ഇത്, രാമോജി ഫിലിം സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് അതിന്റെ എൻട്രൻസ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്ന്, ഉച്ച ടൈമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറി കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഹൈദരാബാദിലെ രാമോജി ഫിലിം മാജിക് സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഫിലിം സിറ്റിയുടെ ഒരു പ്രധാന സംഭവമാണ് ഇത്. അതായത് ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാ ഭാഷയിലെ സിനിമയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നതാണ്. അപ്പോൾ അതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് ഒരുപാട് നമ്മുടെ മലയാള സിനിമയൊക്കെ ഇവിടെ ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അവിടെയാണ്, ഇത് കണ്ടില്ലേ, ആക്ഷൻ. അവിടെ ഒരു സിനിമയുടെ കൂടുതലും സിനിമയൊക്കെ ചിത്രീകരണം നടത്തുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് രാമോജി മൂവി മാജിക് എന്നാണ്. രാമോജി മൂവി മാജിക് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ദ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, കാണാതിരിക്കും അല്ലേ, നിങ്ങൾക്ക് കാണാതിരിക്കും. അതായത് ഈ ഭാഗം മുഴുവൻ ഈ സിനിമയുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ അവിടെ വെള്ളച്ചാട്ടവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഹിൽ ഏരിയ ഉണ്ട്, ഒരുപാട് മലപ്രദേശങ്ങൾ, അതായത് കുന്നുകളും ഒക്കെ, സംഘടന രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റിയ പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ആക്ഷൻ കോഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു അവിടെ. അതായത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹോളിവുഡ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ്. അതായത് സൗണ്ട് സിസ്റ്റം ഒക്കെ കാണുമായി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കയറാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കാണിച്ചാണ്. ഇവിടെയാണ് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സംഭവമുണ്ട്, ഡാൻസിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതായത് ആക്ഷൻ രംഗങ്ങളെ, പാട്ട് സീന്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും, അങ്ങനെ എല്ലാത്തിന്റെയും ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മളുടെ മലയാള സിനിമയിൽ മീന പാടിയ ഒരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കരളേ കരളിന്റെ കരളെ പിന്നോടൊന്നും എനിക്ക് പാടാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ അന്ന് മീന പാടിയ അഭിനയിച്ച ആ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയൊക്കെ ഇവിടെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടൊക്കെ ആ വണ്ടിയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. ആ വണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതൊക്കെ. അതുപോലെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഫിലിം സിറ്റിയുടെ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അകത്തേക്ക് കൊണ്ടുവിടുന്നത് ആ വണ്ടിയിലാണ്. പോരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ടെമ്പിളായിട്ടൊക്കെ ഉണ്ട്. ഷൂട്ടിന് വേണ്ടിയിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്ന കേട്ടോ. 2000 ഏക്കറാ കേട്ടോ. 1-2 ഏക്കറല്ല, 2000 ഏക്കർ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതായത് ഫിലിം സിറ്റി, അതാണ് പറഞ്ഞത്, വണ്ടർ അടിക്കുന്ന സംഭവമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതാണ് സിനിമയുടെ ഒരു മാജിക്. അപ്പോൾ അത്രയ്ക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഞാനിത് എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഫിലിം സിറ്റി കാണണം. ഞാനൊരു സിനിമയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് കാണണമെന്ന് എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അതിപ്പോഴാണ് നടന്നത്. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കയറി പോകുന്നത് ഫ്ലൈറ്റിൽ. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ തന്നെ ഇങ്ങ് എത്തി നേരെ ഫുഡ് കഴിച്ചു, നേരെ ഫിലിം സിറ്റിയിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടിട്ടും എനിക്ക് അത്ഭുതം വിട്ടുമാറുന്നില്ല. പിന്നെ ഒരുപാട് ഗാർഡൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കാരണം ഇത് സിനിമയുടെ ഒരു ഇതായതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ മീന പാടി അഭിനയിച്ച ആ സീനൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ? നല്ലൊരു സിനിമയല്ലേ? അതൊക്കെ ഇവിടെ ചിത്രീകരിച്ച കേട്ടോ. അതുപോലെ ഒരുപാട് സിനിമകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, അങ്ങനെ പല ഭാഷകളിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഇവിടെ ചുവരിലുമൊക്കെ ഇവിടെ ഒരുപാട് ചിത്രകലകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കൊത്തുപണികളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കുറേശ്ശെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുക. കുറേശ്ശെ ഞാൻ ഇവിടെ ലൈവ് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ നമ്മുടെ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി കണ്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഡൽഹിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ത്യ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നു, അതൊക്കെ നിങ്ങളെ കാണിക്കുന്നൊക്കെ ഉണ്ട്, പോകുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ പോകുന്നുണ്ട്. ഇവിടെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളും കൂടെ ഇവിടെ ഹൈദരാബാദിൽ കുറച്ച് സ്ഥലം കൂടെ ഒക്കെ കാണാനുണ്ട്. എന്തായാലും രാത്രി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ ഡൽഹിക്ക് പോകും. നാളെയൊക്കെ അവിടെ ആയിരിക്കും, മറ്റന്നാളും അവിടെ ആയിരിക്കും. എന്നിട്ട് തിങ്കളാഴ്ച നൈറ്റ് തിരിച്ച് വരികയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ.